ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. കുറച്ച് ബിസി ആയതുകൊണ്ടായിരുന്നു ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഇടാഞ്ഞത്. അപ്പോൾ നാട്ടിലെത്തിയപ്പോൾ നമ്മൾ ഒരു കുഞ്ഞൊരു യാത്ര, ഒരു അമ്പലയാത്ര പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. അതായിരുന്നു അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എന്തായാലും ഞങ്ങൾ രാത്രി ഒരു 8 മണി 8:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. കുറച്ച് ഇരുട്ടായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. 7:30 ആകുമ്പോൾ ഇറങ്ങണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ 8 മണിയായി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ. കുറച്ച് പേര് അവിടെ വെയിറ്റ് ചെയ്തു. വണ്ടിയൊക്കെ വന്ന് കയറി വണ്ടിയിൽ സെറ്റായിട്ട് ഇരുന്നു. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ, സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ യാത്ര തുടങ്ങി, കുറച്ചെത്തി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെയും യാത്ര തുടങ്ങി. പിന്നെ നമ്മൾ ഒരു ചെറിയ കുഞ്ഞു ഉറക്കമൊക്കെ ബസ്സിലായതുകൊണ്ട് കുത്തിക്കുലുക്കും ഒക്കെ ആയിട്ട് ചെറിയ ഉറക്കമൊക്കെ ഉറങ്ങി. മോൻ എണീറ്റിട്ടില്ല. അപ്പം ഞങ്ങൾ ഉറക്കമൊക്കെ ഉറങ്ങി. ഞങ്ങൾ ഏകദേശം കുക്കെ സുബ്രഹ്മണ്യ ടെമ്പിളിൻ്റെ അടുത്തെത്തി. അതിനടുത്താണ് കേട്ടോ ചെറിയ റൂം എടുത്തിട്ടുള്ളത്. ആ റൂമിൽ പോയി ഒന്ന് ഫ്രഷായി. നമുക്ക് അവിടെ ഒരുപാട് സമയമില്ല. റൂമിൽ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവുക, ആ റൂമിൽ നിന്ന് ഇറങ്ങാം. എന്നിട്ട് എല്ലാവരും ഫ്രഷായി ചേഞ്ചൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ നോർമലായിട്ട് നമ്മൾ അമ്പലത്തേക്ക് പോകുന്ന പോലെയൊക്കെ പോയി. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി പിന്നെ ബസ്സിൻ്റെ അടുത്തൊക്കെ വന്ന് ബസ്സിലൊരു 10 മിനിറ്റ് പോകാണ്ട് ഉണ്ട് കേട്ടോ. നമ്മൾ റൂമിൻ്റെ അടുത്ത് നിന്ന് അവിടെ കുക്കു സുബ്രഹ്മണ്യ ടെമ്പിളിൻ്റെ അവിടെ എത്തി. എൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. തേരും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലുണ്ട്. നമ്മൾ കയറി തൊഴുതു, പ്രസാദമൊക്കെ വാങ്ങിച്ചു. ഉള്ളിൽ ഞങ്ങൾ അങ്ങനെ അമ്പലമല്ലേ, നമ്മൾ അങ്ങനെ ഫോണിൽ അങ്ങനെയായിട്ട് യൂസ് ചെയ്തില്ല. അപ്പോൾ കയറി തൊഴുതൊക്കെ വന്ന് പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ നോക്കി. പിന്നെ അന്നദാനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കി, പക്ഷെ നല്ല തിരക്ക്, നമുക്ക് സമയമല്ല. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ദോശയും ഇഡ്ഡലിയും എല്ലാവരും ഓരോന്നത് വാങ്ങിച്ച് കഴിച്ചു. ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഉണ്ടായി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. മക്കൾ കുറച്ച് നേരമൊക്കെ ഓടി കളിച്ചു കേട്ടോ അവിടെ. കാരണം എല്ലാവരും കഴിച്ച് വരണ്ടേ, അപ്പോൾ ഓർഡർ ചെയ്യുന്നതനുസരിച്ച് കിട്ടുന്നതിനൊക്കെ സമയം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ വന്ന് റിച്ചിയുടെ പുതിയ ഫ്രണ്ടാണത്, അമ്പു. അപ്പോൾ അങ്ങനെ നിന്ന് ഞങ്ങൾ വണ്ടിയിൽ കയറി അടുത്ത സ്പോട്ടിലോട്ട് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ആ എത്തുന്ന സമയം വരെ നമുക്ക് ഒരുപാട് സമയമുണ്ട്. അപ്പോൾ പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ സമയം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ധർമ്മസ്ഥലത്തി. അവിടെയാണ് അതിൻ്റെ ഉള്ളിലേക്കാണ് കയറുന്നത്. ഇത് ക്യൂ നിൽക്കുന്ന പോലെ, അതായത് ലൈനായിട്ട് നമ്മളിങ്ങനെ കയറണം. മക്കളൊക്കെ ഓടുന്നതുകൊണ്ട് ഞാനും ഓടി പോവുകയാണ്. പിടിച്ചാൽ കിട്ടില്ല, നമുക്ക് അറിയാത്ത പരിചയമില്ലാത്ത സ്ഥലമൊക്കെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ അവരെ കൂടെ തന്നെ ഇങ്ങനെ നിന്നു. അപ്പോൾ ഇങ്ങനെ ഇതിന് ഈ കമ്പിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കയറണം. എത്തുന്നത് നല്ലൊരു AC റൂമിലാണ്. അത്രയും ചൂട് ഇടിച്ചിട്ട് നമ്മൾ നിൽക്കുമ്പോൾ ഉള്ളിൽ കയറിയപ്പോൾ നല്ല അടിപൊളി AC റൂമിൽ കയറി. ഇതിനുള്ളിൽ മാത്രമേ ഞാൻ എടുത്തുള്ളൂ കേട്ടോ, ബാക്കി ഉള്ളിലേക്കൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഫുഡ് പ്ലേറ്റൊക്കെ ഇങ്ങനെ കൊണ്ടുവരും. ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ച് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ഗാർഡൻ പോലെ ഉണ്ടായിരുന്നു. കുറേ പ്രതിമകളും കാര്യങ്ങളും കൃഷ്ണൻ്റെ രാധയുടെ ഒക്കെ വിഗ്രഹങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നും കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ബസ്സിൽ നിന്ന് പാട്ടും ഡാൻസും കണ്ടു. ഞാനും മോനൊക്കെ ഒന്ന് ഡാൻസൊക്കെ കളിച്ച്, എല്ലാവരും ഡാൻസ് കളിക്കാനായിരുന്നു. നല്ല രസമായിട്ട് അങ്ങനെയൊക്കെ കഴിഞ്ഞ് അടുത്ത സ്ഥലത്തോട്ട് ഞങ്ങൾ പോയി. അത് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് കുറച്ച് സമയം, ഒത്തിരി ദൂരം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മൂന്നാമത്തെ സ്പോട്ടിലേക്ക് നമ്മൾ ഏകദേശം എത്താറായെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഇരുന്ന് മുരുടേശ്വര ടെമ്പിളിൽ നമ്മളെത്തി.
ഇവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ശിവൻ്റെ അടുത്ത് മുരുടേശ്വരൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടേക്ക് കയറ്റില്ല, അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് അവിടേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഉള്ളിലൊക്കെ ഞങ്ങൾ പോയി പുറത്തുനിന്ന് ഇങ്ങനെ ഫോട്ടോ എടുത്ത് പോന്നു കേട്ടോ. അത് കാണാനായിട്ടാണ് മെയിനായിട്ട് എല്ലാവരും പോയത്. പിന്നെ റിച്ചുട്ടൻ്റെ കുറേ ഫോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്രയൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഉള്ളിലും കയറി. അപ്പോൾ അമ്പലത്തിനുള്ളിലേക്ക് കയറി. അവിടെ സ്വർണ്ണത്തിൻ്റെ തേരൊക്കെ ഉണ്ടായിരുന്നു, കുഞ്ഞി തേര്. അപ്പോൾ നമ്മൾ അപ്പോൾ ബാക്കിലുള്ള മുരുടേശ്വരൻ്റെ പ്രതിമ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അതിൻ്റെ ഗോപുരം കേട്ടോ, അത് ഫ്രണ്ടിൽ ഒക്കെ പുല്ല് പോലെ ഇതൊക്കെ വിരിച്ച് ഇരിക്കാനും ഒക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇരുട്ടാവാറായപ്പോൾ അത് തൊട്ടടുത്ത് തന്നെ ബീച്ചിലൊക്കെ പോയിട്ട് കുറേ നേരം കളിച്ചു ഞങ്ങൾ. ലൈറ്റ് കളറ് മങ്ങുന്നതും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ഒരു കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളവിടെ. ഇരുട്ടായതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ പോയി കളിക്കാൻ, ഞങ്ങൾക്ക് വെള്ളത്തിൽ കളിക്കാനൊക്കെ നല്ല രസവും തോന്നി. അവിടെ മൊത്തം കറങ്ങി ബീച്ചിൽ കുറച്ച് നേരമൊക്കെ കളിച്ചു. പിന്നെ അവിടെ നിന്ന് ചെറിയ ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പോന്നു. പിന്നെ അവിടെ ഗോപുരത്തിൻ്റെ ലൈറ്റ് മാറുന്നതും ഓരോ സമയത്തും ഓരോ കളേഴ്സൊക്കെ ആവുന്നതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ട് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്നു അവിടെ നിന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറേ നേരമൊക്കെ അങ്ങനെ കളിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ കാണാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.